ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസിൻ്റെ പാർട്ട് 2. അപ്പോൾ നമ്മുടെ വേൾഡ് ഇവിടെ ലോഡായി വരുന്നുണ്ട്. ലോഡാവട്ടെ. ഓക്കെ, ലോഡിങ് ആണ്. ലെറ്റ്സ് ഗോ. സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ കഴിഞ്ഞ കളിയിൽ ഇവിടം വരെയാണ് നിർത്തിയത്. നമുക്കിനിയും ആദ്യമേ ചെയ്യേണ്ടത് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം, പിന്നെ ഒരു സ്റ്റോൺ ആക്സും ഒരു സ്റ്റോണിൻ്റെ പിക്കാക്സും വേണം. ഇത്ര മതി, നമുക്ക് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എന്തുവാ, നൈറ്റാണോ? ഇറങ്ങിയത് നൈറ്റാണ്. നമുക്കൊന്ന് ഇറങ്ങാം. ഓക്കെ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കളിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ? നല്ല ഒരു പണിയാണ് കിട്ടിയത്. നമ്മൾ വീഡിയോ എടുത്തത് ഇവിടെ എല്ലാം ഒന്ന് ശരിയാക്കണമെന്നും പറഞ്ഞ് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്യാൻ കുറേ ലെങ്ത് ആവുമെന്നും പറഞ്ഞ് ഞാൻ പോസ് ചെയ്തിട്ട് ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം ഞാൻ മൂവീസിനല്ലേ ഇവിടെ ഇങ്ങനെ വരും. ഞാൻ അറിയാതെ ഈ നമ്മൾ ഗ്യാലറിയിലോട്ട് കൊടുക്കാനുള്ളത് ഞാൻ അറിയാതെ ഡിലീറ്റ് വീഡിയോ കൊടുത്തു കളഞ്ഞത്. സുഹൃത്തുക്കളെ, ഞാൻ ഒന്നുകൂടെ ഇത് കാണിച്ചു തരാം. ഞാൻ പറയാനൊരു കാര്യം പറഞ്ഞു. ഞാൻ റെക്കോർഡ് പോസ് ചെയ്തപ്പോൾ ചീറ്റെല്ലാം ആക്ടിവേറ്റ് ചെയ്തായിരുന്നു. ഇവിടെ ഒരു ഗ്രാവലായിരുന്നു. അപ്പം ഞാനാണ് അത് ചീറ്റ് വഴി ഒരു സ്റ്റോൺ ആക്കി ഇവിടോട്ട് വെച്ചു. പിന്നെ കൊബിൾ സ്റ്റോൺ എടുത്ത് ഇവിടോട്ട്, ഇതെല്ലാം ഞാൻ വീഡിയോ വെച്ചാണ് ചെയ്തത്. സ്റ്റോണ് ഇവിടെ വെച്ചു, കൊബിൾ സ്റ്റോൺ വെച്ചു. ഇനി 2 ബ്ലോക്കിൻ്റെ ഇത്രയും കൂടെ 2, 4, 6, 8 ബ്ലോക്ക് കൊബിൾ സ്റ്റോണും കൂടെ ഉണ്ട്. അവിടെ റെഡിയാക്കാം. പിന്നെ ഞാനാണെങ്കിൽ വീഡിയോ അന്നേരം എടുത്ത വീഡിയോയുടെ രീതി ഞാൻ കാണിച്ചു തരാം. ദൈവമേ, നിൽക്കുന്നത് സേഫല്ല. ഓക്കെ, ഞാൻ എടുത്ത വീഡിയോയുടെ രീതി. ഓക്കെ ഗായ്സ്, ആ വീഡിയോയുടെ രീതിയിൽ അങ്ങ് എടുത്താൽ മതി. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ ഇവിടെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അപ്പം ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഒരു 6-7 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ അതേണ്ട താഴോട്ട് നോക്കിയാൽ അറിയാം. നമുക്കിവിടുന്ന് പയ്യെ താഴെ ഇറങ്ങി. ഓക്കെ, താഴെ ഇറങ്ങി. ഇതാണപ്പോൾ എൻ്റെ വീട്. ഇത് നമ്മൾ സ്റ്റെപ്പെല്ലാം വെച്ച് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ മേളിലോട്ട് കയറാൻ ഒരു വഴി വേണം. പിന്നെ ഇവിടെ എല്ലാം ഞാൻ കൊബിൾ സ്റ്റോൺ എല്ലാം വെച്ച് ശരിയാക്കി. പിന്നെ ഇവിടെ എല്ലാം ഡേർട്ടും കുറേ സാധനമൊക്കെ ആയിരുന്നു. അതെല്ലാം പൊളിച്ചു. മണ്ടയ്ക്ക് കൊബിൾ സ്റ്റോൺ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു സാധനത്തെ കണ്ടില്ലേ, ക്രീപ്പർ, അത് അത്തരം സാധനവും പിന്നെ സോംബി അതൊന്നും കയറാതിരിക്കാനാണ്. അതിനിയും ചെയ്യാനുണ്ട്. താഴോട്ട് ഇവിടെ ഇങ്ങനെ ഒരു അകലം പോലും വരാതെ ചെയ്ത് ഒരു സാധനം അകത്തോട്ട് കയറാത്ത രീതിയിൽ. പക്ഷേ നമുക്ക് മണ്ടയ്ക്കോട്ട് കയറാനുള്ള വഴി വേണം. ഇതാണ് മണ്ടയ്ക്കോട്ട് കയറാനുള്ള വഴി. ഞാൻ ഏണി വെച്ച് ഇങ്ങോട്ട് കയറി ഇവിടോട്ട് കയറുക, വെക്കുക, ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് കണ്ടൊന്നും ശ്രദ്ധിക്കത്തില്ല. ഇവിടെ വന്ന് നോക്കിയാലേ ശ്രദ്ധിക്കത്തുള്ളൂ. ഇവിടെ വന്നാലും പിന്നെ അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണും. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ കുറേ പാട് കേട്ടു. ഈ വീഡിയോ മിക്കവാറും ഇച്ചിരിയേ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ ഇത് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഒരുപാട് നേരം ഇരുന്ന് കളിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ കാണിച്ചത് വീഡിയോയും എടുത്ത്. പിന്നെ ആദ്യമേ ഇതെല്ലാം പണിയുന്നതിന് മുമ്പേ
ഉള്ള സ്ഥലവും ഞാൻ എടുത്തായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ ഒരു കയ്യബദ്ധം കാരണം അത് പോയി, ഡിലീറ്റായിപ്പോയി. അപ്പം ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ഗുഡ് ബൈ. ചിന്തി പൊരി ചിന്തണ ചോലകൾ ചിന്താരകൾ ചോക്കണതോ മതയാ